പാലക്കാട് ജനം വിധിയെഴുതാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ യുഡിഎഫും ബിജെപിയും ചേർന്ന പാലക്കാട് 2700-ലേറെ കള്ളവോട്ടുകൾ ചേർത്തുവന്ന സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബു. പട്ടാമ്പി മണ്ഡലത്തിലെ വോട്ടറായ ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ വോട്ട് പോലും പാലക്കാട് ചേർത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. വ്യാജ ID കാർഡ് ഉണ്ടാക്കിയവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അസിത, തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അതിഗൗരവപരമായിട്ടുള്ള ഒരു ആരോപണമാണ് CPIM ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബു ഉയർത്തിയിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ 2700-ലേറെ കള്ളവോട്ടുകൾ BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ചേർത്തി എന്നൊരു ആരോപണമാണ് CPIM ജില്ലാ സെക്രട്ടറി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം പിരായിരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പിരായിരി പഞ്ചായത്ത് നമുക്കറിയാം UDFന് വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്. UDFന് സ്വാധീനമുള്ള പിരായിരി പഞ്ചായത്തിലെ 800-ലേറെ കള്ളവോട്ടുകൾ ചേർത്തി എന്നൊരു ആരോപണം CPM ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നു. അതിനകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാരണം, സാധാരണ പുതിയ വോട്ടർമാരെ ചേർത്തുമ്പോൾ 18 വയസ്സ് മുതലുള്ള 18 വയസ്സ് 19 വയസ്സൊക്കെ ആയിരിക്കും പുതിയ വോട്ടർമാരുടെ ഒരു ശരാശരി പ്രായപരിധി എന്ന് പറയുന്നത്. എന്നാൽ പിരായിരി പഞ്ചായത്തിൽ പുതുതായി ചേർക്കപ്പെട്ട 800 വോട്ടർമാരിൽ കൂടുതൽ പേർക്കും 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവരാണ്. അവർ പലരും മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ്, അല്ലെങ്കിൽ മറ്റു ബൂത്തുകളിൽ നിന്നുള്ള വോട്ടർമാരാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് വെറും ഒരു ആരോപണം മാത്രമല്ല, കൃത്യമായ തെളിവുകളും ഇ.എൻ. സുരേഷ് ബാബു അതിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട്. ഇവർക്ക് രണ്ട് മണ്ഡലങ്ങളിലായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അവരുടെ വോട്ടർ പട്ടികയിലുള്ള അവരുടെ പേര് വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. KM ഹരിദാസ് കഴിഞ്ഞ തവണ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം പട്ടാമ്പിയിലെ വോട്ടറാണ്, പട്ടാമ്പിയാണ് അദ്ദേഹത്തിന് വീട്. എന്നാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വോട്ട് പാലക്കാടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ രണ്ട് മണ്ഡലങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ വോട്ടർ ID കൂടി കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം ഇ.എൻ. സുരേഷ് ബാബു ഉന്നയിക്കുന്നത്. പിരായിരി പഞ്ചായത്തിൽ മാത്രം ഏകദേശം 800ഓളം പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തു. പട്ടികയിൽ അവസാനമായി വന്ന പട്ടികയിലാണ്. സാധാരണഗതിയിൽ 18 വയസ്സ് 19 വയസ്സ് പുതിയ വോട്ടർമാരെയാണ് പട്ടികയിൽ ചേർക്കാറുള്ളത്. പിരായിരി പഞ്ചായത്തിൽ മാത്രം 800ഓളം പുതിയ വോട്ടർമാരിൽ 40 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് 60 വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് വ്യാപകമായി കോൺഗ്രസും BJPയും ചേർത്തിയിരിക്കുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ പട്ടാമ്പിയിലും വോട്ടറാണ്, അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും വോട്ടറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് BLOമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് വീട്ടു നമ്പർ പോലും ഇല്ലാതെ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തിയിരിക്കുന്നത്. ഇത്തരത്തിലെ കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPIM പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിലെ കൃത്യമായ നടപടി ഇല്ലെങ്കിൽ 18-ാം തീയതി മുതൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കും എന്നൊരു കാര്യം കൂടി ഇ.എൻ. സുരേഷ് ബാബു പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഇത്തരം കള്ളവോട്ട് ചേർക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആരോപണ വിധേയർ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനെത്തുമ്പോൾ അവരുടെ റേഷൻ കാർഡ് കൊണ്ടുവരണം, അവർ പ്രദേശവാസികളാണ്, റേഷൻ കാർഡിൽ പേരുള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തണം എന്നൊരു ആവശ്യം കൂടി ഇ.എൻ. സുരേഷ് ബാബു CPIM ഉന്നയിക്കുന്നുണ്ട്. അഷിത, ശരി, ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുതരമായ ചട്ടലംഘനമാണ് അവിടെ കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്.